ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് അരിപ്പൊടിയും കൊണ്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ അരി അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അരിപ്പൊടിയും കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കൽത്തപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു 20 മിനിറ്റൊക്കെ മതി, പെട്ടെന്ന് ഉണ്ടാക്കാം. അതിനായിട്ട് ശർക്കര ഇവിടെ മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. മെൽറ്റായി വന്നാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം, ഒരു ബാറ്റർ. അതിനായിട്ട് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത്രയുമാണ് എടുത്തിട്ടുള്ളത്. പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. ഇതിലേക്ക് 1/2 സ്പൂൺ ചെറിയ ജീരകം, ഒരു 5-6 ഏലക്കായ, കുറച്ച് തേങ്ങ, ഇത്രയും കൂടെയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമാകരുത്. ശർക്കരയും കൂടെയും ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് അരയാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര ഉരുകി വന്നാൽ അത് ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ അത് നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായിട്ട് വരുള്ളൂ. ഇനി ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നെയ്യും കൂടെയും ചേർക്കാം. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും കൂടെയും ചേർക്കാറുണ്ട്. ഞാനിവിടെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടില്ല, സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒനിയൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെക്കാൻ പാടില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇത് മിക്സ് ചെയ്യുകയൊന്നും വേണ്ട. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. വിസിൽ ഊരി മാറ്റിയിട്ട് വേണം മൂടി വെക്കാൻ, വിസിലിടണ്ട. ഇനി ഇത് 1 മിനിറ്റ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം, 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇരിക്കുക. എന്നിട്ട് ബാക്കി ഒരു 7-8 മിനിറ്റൊക്കെ എടുക്കും. ഇതുപോലെ നല്ലതുപോലെ ആവി വരാൻ തുടങ്ങും. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 1 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 7 മിനിറ്റൊക്കെ കഴിയുമ്പം ഇതുപോലെ നല്ലതുപോലെ ആവി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വിസിലും കൂടെ ഇട്ട് അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചേക്കുക. അതായത് കംപ്ലീറ്റ് പ്രഷർ പോയി അങ്ങനെ ഇരുന്നത് റെഡിയായി വരും. ഇനി ഒരു നല്ലതുപോലെ ആവിയൊക്കെ പോയതിന് ശേഷം ഇപ്പം ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ കൽത്തപ്പം എന്ന് പറയുന്നത്. കൽത്തപ്പം കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ബൈ.